ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് നമസ്കാരം. ഇന്ന് ഞങ്ങളിവിടെ ഉച്ചയൂണാണ് കാണിക്കുന്നത്. അതിനായി നമുക്ക് മത്തി മുളകിടുന്ന വീഡിയോ കാണാം. അതിനായി കൊച്ചുള്ളി അരിഞ്ഞ് നന്നായി വഴറ്റുക. ലേശം ഉപ്പിട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം. അത് വഴന്നു വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതും തക്കാളിയും ചേർക്കാം. അത് വഴന്ന് വന്നതിന് ശേഷം മസാലപ്പൊടികളെല്ലാം ചേർക്കാം. തക്കാളി നല്ലോണം വഴന്ന് കുഴമ്പ് രൂപത്തിലാവണം. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്തിരി മല്ലിപ്പൊടിയും ചേർത്തിട്ട് പൊടിയുടെ ആ പച്ചമണം പോകുന്നത് വരെ ഇളക്കുക. അത് തണുക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് പുളിയും മഞ്ഞളും ഉപ്പും ഇട്ട് മത്തി വേവാൻ വയ്ക്കുക. ഈ മസാലക്കൂട്ട് ചൂടാറിയതിന് ശേഷം ജാറിലിട്ട് നന്നായി അരച്ചെടുക്കുക, പേസ്റ്റാക്കി അരച്ചെടുക്കുക. അരച്ച പേസ്റ്റ് നമ്മളെ മത്തിക്കറിയിലേക്ക് ചേർക്കുക. മത്തിക്കറി കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കുറച്ച് സമയം തിളച്ചതിന് ശേഷം 2-3 മിനിറ്റ് തിളച്ചതിന് ശേഷം കറിവേപ്പില, മല്ലിയില ചേർത്ത് നന്നായി ഇളക്കുക. വെളിച്ചെണ്ണ ലേശം അതിന് മുകളിൽ ഒഴിക്കുക. അതിനുശേഷം 5 മിനിറ്റ് അടച്ച് വയ്ക്കുക. തീ ഓഫാക്കുക. അത് റെഡിയായി. ഇപ്പോൾ നമ്മളെ മത്തിക്കറി റെഡിയായി, മുളകിട്ടത് കേട്ടോ. ഇനി നമുക്ക് പപ്പടം പൊരിച്ചെടുക്കാം. പപ്പടമൊക്കെ പൊരിച്ചെടുത്തതിന് ശേഷം നമുക്ക് മത്തി മുട്ടയും പൊരിച്ച് മാറ്റാം. മുട്ടയും മത്തിയൊക്കെ ഒന്നിച്ച് തന്നെയാണ് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് കാണിക്കും. അതിൻ്റെ മേലെ ലേശം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. നല്ലോണം മുരിഞ്ഞതിന് ശേഷം നമുക്ക് എടുത്ത് മാറ്റാം. ഇപ്പോൾ പൊരിച്ച മീനും മത്തീൻ്റെ മുട്ടയൊക്കെ പൊരിച്ച് റെഡിയായി. നമുക്ക് ഊണ് കഴിക്കാൻ റെഡിയാവാം. അതിനായി ചോറ് വിളമ്പി, ഇത്തിരി മാങ്ങച്ചാറ്, ലേശം പുളിയിഞ്ചി, മത്തിമുട്ട, നമുക്കൊരു അയില പൊരിച്ചത് വെക്കാം. ഒരു പപ്പടം, ഇത്തിരി കാളം കുറുക്കി, മത്തി മുളകിട്ട് ഒഴിച്ചു. നിങ്ങളെല്ലാവരും ഊണ് കഴിച്ചോ?
ഞങ്ങൾ മത്തിക്കറി ഇങ്ങനെ ഉണ്ടാക്കൽ. നിങ്ങളെങ്ങനെ ഉണ്ടാക്കൽ കമൻറ്റ് ചെയ്യണേ. ഇത് കാളം കുറുക്കി. അപ്പം നമുക്ക് എല്ലാവർക്കും ചോറുണ്ണാം. എല്ലാവരും വരി. Okay, bye friends.